വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചൈനയുടെ ഭാഗത്തുനിന്ന് വന്നു. ചൈന പറയുകയാണ് ജപ്പാൻ്റെ കൈവശം അണ്വായുധമുണ്ട് എന്ന്. ഇപ്പം എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, ലോകത്ത് അണ്വായുധത്തിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം, അല്ലെങ്കിൽ അണ്വായുധത്തിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയത് അവർ മാത്രമാണ്. നാഗസാക്കിയും ഹിരോഷിമയും ഒരു കാലത്തും ലോകത്തിന് പോലും മറക്കാനായിട്ട് കഴിയില്ല. അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ആ തലമുറ ഇപ്പോഴും ജപ്പാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ജപ്പാൻ ഈ അണ്വായുധത്തെ എവിടെയെങ്കിലും ഒളിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുമോ എന്നുള്ളതൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു സംശയമാണ്. എന്തൊക്കെയായിരിക്കാം അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യവും അതേപോലെ തന്നെ ഈ അണ്വായുധ പ്രശ്നങ്ങളൊക്കെ? അതായത് അടുത്ത കാലത്ത് ഈ ജപ്പാനിൽ പുതിയ പ്രധാനമന്ത്രി വന്നല്ലോ, അവരുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സനെ തകായിച്ചി. അവർ പ്രധാനമന്ത്രിയായി താമസിയാതെ തന്നെ ചൈനയ്ക്കെതിരെ സംസാരിച്ചു. കാരണം ചൈന സൗത്ത് ചൈന സീയിൽ ഫിലിപ്പൈൻസിലെതിരെ നീങ്ങുന്നു. ഇവർ പ്രധാനമായിട്ടും പറഞ്ഞത് തായ്വാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിച്ചായിട്ട് കരുതും, ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഈ തകായിച്ചി പറഞ്ഞതോടുകൂടി ഈ ചൈനയുടെ സമനില തെറ്റി ശരിക്കും. അതുകൊണ്ടാണോന്നൊന്നും നമുക്കറിഞ്ഞൂടാ. ചൈന കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് ജപ്പാൻ്റെ കയ്യിൽ അണുബോംബുണ്ട്, 2 അണുബോംബ് ഉറപ്പായിട്ടും ജപ്പാൻ്റെ കയ്യിലുണ്ട് എന്ന്. ചൈന ഏതായാലും ഒരു ആഗോള ശ്രദ്ധയിലേക്ക് ജപ്പാനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ജപ്പാൻ ആണവശക്തി ആയി എന്നുള്ളത്. ജപ്പാൻ ഈ പറഞ്ഞ പോലെ ഹിരോഷിമയും നാഗസാക്കിയും, അതായത് 2ാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങി കഴിഞ്ഞായിരുന്നു ഏതാണ്ട്. അതിനുശേഷമാണ് കൊണ്ടുപോയി അമേരിക്ക ബോംബിടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺഹൈമറുടെ ജീവിത കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ ഈ സംഗതി ഉണ്ടാക്കി അണുബോംബ്. ഇതെങ്ങനെയുണ്ട് എന്ന് അവർക്കൊന്ന് പരീക്ഷിക്കണമല്ലോ. അങ്ങനെ കൊണ്ടുപോയി പരീക്ഷിക്കുകയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്നുള്ളത്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ഓപ്പൺഹൈമർ സിനിമയും വന്നതാണല്ലോ, നമ്മൾ കണ്ടതാണ് അതൊക്കെ. പക്ഷെ അവരുടെ നയം, പ്രഖ്യാപിത നയം, അവർ അണുബോംബ് ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് ജപ്പാൻ്റെ. ആ നയത്തിൽ നിന്ന് പുതിയ തലമുറ വന്നപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇക്കാര്യത്തിൽ മാറ്റമുണ്ട്, മനംമാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകളിലും സർവേകളിലും ഒക്കെ കാണാം. അപ്പോൾ ഈ ചൈന 30 പേജ് രേഖയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജപ്പാനാണ് ബോംബുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടേതായ കാരണങ്ങൾ നിരത്തിയിട്ടുമുണ്ട് ഈ 30 പേജിൽ. അതായത് ഈ ആണവ ഗ്രേഡ് പ്ലൂട്ടോണിയം അവർ വികസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഊർജ പദ്ധതികളിൽ നിന്ന് അവശിഷ്ടമായിട്ടുമൊക്കെ ആ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയം, അണവായുധം ആക്കി മാറ്റാവുന്ന പ്ലൂട്ടോണിയം അവരുടെ കയ്യിലുണ്ട് എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മുൻപ് 2016 ബൈഡൻ ഏതാണ്ട് ഇതുപോലൊരു സൂചന നൽകിയിരുന്നു, ജപ്പാന് അണുബോംബ് ഉണ്ടാവാം എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ ഈ രേഖയുടെ ചൈന പുറത്തിറക്കിയിരിക്കുന്ന രേഖ ന്യൂക്ലിയർ അംബീഷൻസ് ഓഫ് ജപ്പാൻസ് റൈറ്റ് എന്നാണ് രേഖയുടെ പേര്. ജപ്പാൻ്റെ ആണവ അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് 30 പേജുള്ള രേഖ. അപ്പോൾ ഇവർ 1970 ഡിസംബറിൽ ജപ്പാൻ ആണവ നിരായുധീകരണ കരാറിൽ മറ്റേത് രാജ്യത്തിന് മുമ്പ് ഒപ്പിട്ടതാണ്. ആണവ NPTയിൽ ഒപ്പിട്ടതാണ്. 1984 ഈ വിവരങ്ങൾ പുറത്തു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയോ റിയാക്ടർ ഉണ്ട് അവിടെ, ആണവ റിയാക്ടർ. ഊർജ പദ്ധതികൾക്ക് ആണവ റിയാക്ടറുകൾ ജപ്പാനിലുണ്ട്. ആ ജോയോ റിയാക്ടറിൽ നിന്ന് 40 കിലോ പ്ലൂട്ടോണിയം ഉണ്ടാക്കി എന്നാണ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത്. ആ റിയാക്ടറിലെ ഊർജ പദ്ധതിയുടെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പ്ലൂട്ടോണിയം ഉണ്ടായി എന്ന് പറഞ്ഞാണ് പറയുന്നത്.
അപ്പോൾ 2 ബോംബ് എന്തായാലും ഉണ്ടാവും, 3ഉം 4ഉം ഒക്കെ താമസിയാതെ ആകാം എന്നാണ് ചൈന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെയും നമുക്ക് ആണവ ശക്തിയാകാം എന്നുള്ള മട്ടിൽ സംസാരിച്ചിരുന്നു. ഷിൻസോ ആബെയുടെ ശിഷ്യയാണ് ഇപ്പോൾ ഇവര് തകായ്ച്ചി, പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ അവർക്ക് ആണവ അന്തർവാഹിനികളുണ്ട് ജപ്പാന്. അങ്ങനെ വേണം എന്ന് യോമിയോറി ഷിംബുൺ എന്ന് പറഞ്ഞ വലിയ പത്രം ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ ഇവർ പറയുകയും ചെയ്തിരുന്നു ആണവ അന്തർവാഹിനികൾക്ക് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത്. പാർലമെന്റ് അവിടെ പാസ്സാക്കിയ 3 തത്വങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് പണ്ടേ. അത് ഒന്ന്, ആണവ ബോംബ് നമുക്ക് വേണ്ട, നമുക്ക് അണുബോംബ് വേണ്ട. 2, നമുക്ക് ഉൽപാദനം വേണ്ട, അതിൻ്റെ ഉൽപാദനം നമുക്ക് വേണ്ട. ജപ്പാന്റെ മേഖലയിലേക്ക്, ഭൗമ മേഖലയിലേക്ക് ആരും ആണവ ആയുധങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ 3 തത്വങ്ങൾ അവരുടെ പ്രമാണമാണ്. അപ്പോൾ ജപ്പാന്റെ ഊർജ പദ്ധതിയിൽ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം ഏതായാലും ഉണ്ട്, അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരും. പ്ലൂട്ടോണിയവും വരും. 2014 ഇങ്ങനെ അധികം വന്നതുണ്ടല്ലോ പ്ലൂട്ടോണിയം, അത് അമേരിക്കയിലേക്ക് അയക്കുകയാണ് ചെയ്തത് ജപ്പാനിൽ സൂക്ഷിക്കണ്ട, അണുബോംബ് ഉണ്ടാക്കാവുന്ന പ്ലൂട്ടോണിയം യുറേനിയം ഒന്നും ഇവിടെ സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലേക്ക് 2014 കൊടുത്തയച്ചതായിട്ട് വിവരമുണ്ട്. മാത്രമല്ല അവിടെ ഈ വെപ്പൺസ് ഗ്രേഡ് യുറേനിയോ പ്ലൂട്ടോണിയോ ഇത് സൂക്ഷിക്കണമല്ലോ, ആയുധപ്പുര. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഭീകര ഗ്രൂപ്പുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ജപ്പാൻ കരുതുന്നു. ആക്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആണവ ദുരന്തത്തിലേക്ക് പോവുകയാണല്ലോ. പഴയ 2ാം ലോക യുദ്ധം 1945 അണുബോംബ് അമേരിക്ക ഇട്ടതിൻ്റെ ദുരന്തം ഇപ്പോഴും ഈ ജനിതകത്തിൽ വരികയാണല്ലോ. ഇപ്പോഴും അവിടെ കുഞ്ഞുങ്ങളിൽ ഇത് കാണുന്നുണ്ട്. പുതിയ തലമുറയിൽ പോലും അതിൻ്റെ ആണവ വികിരണത്തിൻ്റെ മുറിവുകൾ കാണുന്നുണ്ട്. അപ്പോൾ ജപ്പാന്റെ ഭരണഘടനയിലെ 9ാമത്തെ വകുപ്പിൽ ഇത് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. പസിഫിസ്റ്റ് ക്ലോസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആകെ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കൗണ്ടർ സ്ട്രൈക്ക്, ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആളുകളെ ആക്രമിക്കാം, അതിന് മിസൈലുകളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, തുറമുഖങ്ങൾ ആക്രമിക്കാം എന്ന് പറഞ്ഞിട്ടൊരു 2022 ഒരു കൗണ്ടർ സ്ട്രൈക്കിന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അണുബോംബ് തിരിച്ചിടാന്നല്ല, നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇങ്ങോട്ട് മിസൈലൊക്കെ അയച്ചാൽ എന്നുള്ളൊരു തീരുമാനം മാത്രമേ 2022 വന്നുള്ളൂ. അണുബോംബ് ഉള്ളതായിട്ട് ഒരിക്കലും ജപ്പാൻ പറഞ്ഞിട്ടില്ല, ജപ്പാൻ സ്ഥിരീകരിച്ചിട്ടില്ല, ജപ്പാൻ അങ്ങനെ ഒരു പദ്ധതിക്ക് നീങ്ങിയതായിട്ട് ലോകത്തിന് വിവരമില്ല. അപ്പോഴാണ് ഇപ്പോൾ ചൈന അണുബോംബുണ്ട് ജപ്പാന് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ജപ്പാനും ചൈനയും തമ്മിലുള്ള ഈ നിതാന്ത സംഘർഷത്തിന്റെ ഭാഗമായി ജപ്പാനെ കുറ്റപ്പെടുത്തുന്നതായിരിക്കുമോ ചൈന? അല്ല, ഒരു വശത്ത് അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഈ നമ്മൾ മറ്റു പല രാഷ്ട്രങ്ങളുടെയും ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ചൈനയും ജപ്പാനും തമ്മിലുള്ള ഈ നിതാന്ത ശത്രുതയുടെ ഒരു ചരിത്രം മറ്റ് പല സ്ഥലത്തും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. ഇത് അത്രമാത്രമുണ്ട്. പക്ഷേ ജപ്പാൻ വളരെ നിശബ്ദമാണ് കുറേ കാലമായിട്ട്. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. 1, 2 ലോകയുദ്ധങ്ങളിൽ ജപ്പാൻ്റെ സാന്നിധ്യവും ശക്തിയും നമുക്കറിയാവുന്നതാണല്ലോ. നമ്മൾ ചരിത്രം വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പേൾ ഹാർബറിലേക്ക് ആക്രമണം അത് നടത്താനുള്ള ശേഷി ഉള്ള രാജ്യമായിരുന്നു ജപ്പാൻ. അതായത് 2ാം ലോക യുദ്ധത്തിൽ ഇപ്പോൾ വിക്ടറി ഡേ, അവിടെ വിക്ടറി പരേഡ് ഉണ്ടായിരുന്നല്ലോ ചൈനയിൽ. മോദി തലേന്നൊക്കെ പോയിട്ട് ആ പരേഡിന് നിൽക്കാതെ പോന്നു. 26 ലോകരാജ്യങ്ങൾ പരേഡിനൊക്കെ ഉണ്ടായിരുന്നു. ആ വിക്ടറി പരേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2ാം ലോക യുദ്ധത്തിൽ ജപ്പാന്റെ മുകളിൽ ചൈന നേടിയ വിജയത്തിനാണ് ഈ വിക്ടറി പരേഡ്. 2.5 ലക്ഷം ചൈനക്കാരെ കൊന്നൊടുക്കി ജപ്പാൻ എന്നാണ്. അതാണ് പ്രശ്നം. അല്ല, അപ്പം ആ ഒരു ശത്രുത നിലനിൽക്കുന്നുള്ളത് കൊണ്ട് ഈ ചൈന നിരന്തരമായിട്ട് ജപ്പാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അതായത് വെറുതെ പറയണമെന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പോൾ ആ നിരീക്ഷണത്തിൽ അവിടെ നടക്കുന്ന ഈ ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളൊക്കെ ഇവരുടെ ചാരന്മാരൊക്കാറും
അന്വേഷിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അങ്ങനെ അവർ മനസ്സിലാക്കിയ കാര്യമായിരിക്കാം ഇഷ്ടം പോലെ ഉപഗ്രഹങ്ങൾ കിടപ്പുണ്ടല്ലോ. ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ശരിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ജപ്പാൻ്റെ പഴയ തലമുറ ഒക്കെ പോയി കഴിഞ്ഞിട്ട് പുതിയ തലമുറ വരികയാണ് ചെയ്തത്. പുതിയ തലമുറ വരുമ്പോൾ അവർ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ലോകത്ത് നടക്കുന്ന ഈ സൈനികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓർവിളികളും അതേപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും പ്രശ്നങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോകത്തൊരു രാജ്യം വൻശക്തി ആകണമെന്നുണ്ടെങ്കിൽ ആണവശക്തി കൂടി ആകണം എന്ന് പുതിയ തലമുറ കരുതുന്നുണ്ടാവും. അതാണ് ശരിയും. കാരണം ഇവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചെങ്ങനെ ആക്രമിക്കും? ഇപ്പോൾ നമ്മൾ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? ഇത് സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ നമ്മൾ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മളിത് തിരിച്ച് അവർക്കെതിരെ ഉപയോഗിക്കുമെന്നുണ്ട്. ജപ്പാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കും. വെറുതെ എന്താണ്, സാധാരണ ബോംബ് കൊണ്ട് ആക്രമിക്കാൻ അല്ലെങ്കിൽ സാധാരണ മിസൈൽ കൊണ്ട് ആക്രമിച്ചാൽ ആ ആക്രമികളെ തുരത്താൻ പറ്റില്ല. ആകെ ഇന്നത്തെ ലോകത്തിന് ഏക ഭയപ്പാട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഗതി തന്നെ, ഈ നിതാന്ത ശത്രുത ചൈന ആണവശക്തിയാണ്. അപ്പൊ നമ്മൾ അവരോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും ആണവശക്തി ആയിരിക്കണം എന്ന് ജപ്പാൻ കരുതുന്നതല്ലേ ശരി? അതാണ് ശരി. അപ്പൊ അതുകൊണ്ട് ചൈന പറഞ്ഞ ഈ കാര്യങ്ങൾ ശരിയാകാം. 2 or 3 എന്നുള്ളത് 2 ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് 10 ഉണ്ടാക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതിലേക്ക് ആ പ്രോസസ്സിലേക്ക് അവർ നീങ്ങിയാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പം അതായിരിക്കും ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാത്തൊരു കാര്യം നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. അതെ, അവർ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്താൽ നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.